ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്ലുപ്പ് കൊണ്ടുള്ള നല്ല കിടിലൻ ടിപ്പുകളായിട്ടാണ്. അപ്പോൾ കല്ലുപ്പ് കറികളിലിടാൻ മാത്രമല്ല, കറകളും അഴുക്കുകളൊക്കെ മാറ്റി വെള്ള വസ്ത്രങ്ങൾ നല്ല തൂവെള്ളയാക്കാനും കരിമ്പൻ വരെ പരിഹരിക്കുന്നതിനും പറ്റിയ കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ്, ഉരുളക്കിഴങ്ങ്, കായ, വഴുതനങ്ങ ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറിപ്പോവാറുണ്ട്, ഒരു ബ്ലാക്ക് നിറം വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ആയാലും അതേപോലെ തന്നെ വഴുതനങ്ങ, ഏത്തക്കായൊക്കെ പീസാക്കിയിട്ട് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പുപൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊന്നും മാറാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. എല്ലാ ഭാഗത്തേക്കും ഉപ്പിൻ്റെ അംശം ഈവനായിട്ട് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് ആപ്പിളൊക്കെ പീസാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ആപ്പിൾ പീസാക്കിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പുപൊടി വിതറിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒട്ടും തന്നെ കളർ ചേഞ്ച് വരാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആപ്പിൾ ഇരുന്നോളും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കത്രിക കുറച്ച് നാൾ കഴിയുമ്പോൾ മൂർച്ച പോവാറുണ്ടല്ലേ. മീൻ വെട്ടുന്ന കത്രികയായാലും പിന്നെ ഇതേപോലെയുള്ള ചെറിയ കത്രികയായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടാനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഉപ്പിൻ്റെ ആ ഒരു ബോക്സിലേക്ക് കല്ലുപ്പ് ഇട്ടിരിക്കുന്ന പാത്രമാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ട് വരും. നമ്മൾ ചിലപ്പോഴൊക്കെ കടല പീസൊക്കെ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന പ്രശ്നമുള്ളവർക്ക് പറ്റിയൊരു നല്ല ടിപ്പാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇത്. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് ആവശ്യമുള്ള പീസൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ട് നന്നായിട്ട് കുതിർത്തി എടുക്കണം. അപ്പോൾ നന്നായിട്ട് കുതിർത്തി എടുത്ത പീസാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തതാണിത്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് വരാതിരിക്കാനായിട്ട് കുറച്ച് കല്ലുപ്പ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കല്ലുപ്പ് പൊടിയുപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ 2-3 ആഴ്ച വരെ യാതൊരു വഴുവഴുപ്പോ ഒന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കടല പീസൊക്കെ ഇരുന്നോളും. തലേന്ന് രാത്രി പീസും കടലയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകുന്നവർക്ക് പറ്റിയൊരു ടിപ്പാണിത്. കുറച്ചധികം പീസോ കടലയൊക്കെ കുതിർത്തിയതിന് ശേഷം ഇതേപോലെ ഉപ്പ് വിതറി വെച്ചാൽ മതി, ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചില്ലിൻ്റെ പാത്രം ഇതേപോലെയുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കല്ലുപ്പിലേക്ക് ഒരല്പം നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് കംഫർട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കംഫർട്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലോ ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. നമ്മൾ ആ വെക്കുന്ന സ്ഥലത്ത് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. തേങ്ങ ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതേപോലെ തന്നെ അതിൻ്റെ നിറമൊക്കെ മങ്ങി ടേസ്റ്റൊക്കെ മാറാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും യാത്ര പോകുന്ന സമയത്തോ അല്ലെങ്കിൽ 2-3 ദിവസം വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന ഈ പകുതി തേങ്ങ ഉണങ്ങിപ്പോവാതെയും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പുപൊടി വിതറി കൊടുത്താൽ മതി. ഇതേപോലെ തേച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും തേങ്ങ ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ തേങ്ങയുടെ രുചി മാറുകയോ ഒന്നുമില്ല. വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. ഇതേപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെളിച്ചെണ്ണ കുറച്ചധികം വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും, ഒരു കാറൽ വരാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് മാറിപ്പോവാറുണ്ട്, പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് 2-3 കല്ലുപ്പ് ഇതേപോലെ നല്ല വലിയ കല്ലുപ്പിൻ്റെ ക്രിസ്റ്റൽ നോക്കിയെടുക്കുക. ഇത് നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഒട്ടും തന്നെ കാറൽ വരില്ല, അതിൻ്റെ ഒരു സ്മെല്ല് മാറുകയോ ഒന്നുമില്ല. കുരുമുളകായാലും നല്ലതാണ്. 2-3 കുരുമുളക് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ്. അടുത്ത ഒരു ടിപ്പ്, സ്കൂൾ യൂണിഫോമിൻ്റെയും അതേപോലെ തന്നെ ഈ വെള്ള ഷർട്ടിൻ്റെയൊക്കെ കോളറിൻ്റെ ഭാഗത്ത് ഇതേപോലെ കറയും അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് കളയാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഷർട്ടൊന്ന് നനക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഈ കോളറിൻ്റെ ഭാഗത്തേക്ക് ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബക്കറ്റിൽ മുക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് ഇപ്പോൾ ആ ഭാഗം മാത്രം ഒന്ന് നനച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ അഴുക്കുള്ള ഭാഗത്തേക്ക് ഒരല്പം ഉപ്പുപൊടി ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ഈ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ അഴുക്കുള്ള ഭാഗത്തേക്ക് ഒരല്പം ഇതേപോലെ തേച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലും ഈ ഒരു 2 ഐറ്റം മാത്രം ഉപയോഗിച്ച് അഴുക്കുകൾ പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ള വസ്ത്രത്തിൽ നമുക്കറിയാലോ ഈ മഞ്ഞപ്പ് കൂടിയ ഇതേപോലുള്ള പറ്റി പിടിച്ച അഴുക്കൊക്കെ കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. പറ്റി പിടിച്ചിരിക്കുന്ന ഏത് ടൈപ്പിലുള്ള കറകളായാലും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറകളൊക്കെ പോയിട്ട് വസ്ത്രത്തിന് നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നോക്കിയാൽ നല്ലപോലെ ഈ ഒരു ഭാഗം ക്ലീനായി വന്നിട്ടുണ്ട്. എത്ര അഴുക്ക് പിടിച്ച ഡ്രസ്സാണെങ്കിലും ആ ഒരു അഴുക്കും മെഴുക്കൊക്കെ പെട്ടെന്ന് ഇളകി പോയിട്ട് വസ്ത്രങ്ങൾക്ക് നല്ലൊരു വെണ്മ തിരിച്ച് കിട്ടാനായിട്ട് പറ്റിയ ടിപ്പാണ് ഇനി കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. ഇനി കല്ലുപ്പില്ല എങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ കല്ലുപ്പ് പെട്ടെന്ന് മെൽറ്റായി വരും. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ചേർത്ത് കൊടുക്കാം. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ലെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാതെ ഈ സ്റ്റൗവിൽ തന്നെ ഈ പാത്രം വച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. അഴുക്കും മെഴുക്കുള്ള തോർത്താണെങ്കിൽ തോർത്ത്, അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കിച്ചൺ ടവൽസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ടവൽസ് വാഷ് ചെയ്യുന്നതിനായിട്ടും ഈ ഒരു രീതി ചെയ്യാവുന്നതാണ്. ഇതേപോലെ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു ചൂടോടുകൂടി നമ്മൾ ഈ വസ്ത്രങ്ങൾ പുഴുങ്ങിയെടുക്കുന്ന ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. തോർത്തൊക്കെ ഈ ഒരു രീതിയിൽ ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ തോർത്തിൽ കരിമ്പം പിടിക്കില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. ആ ഒരു ഗ്യാപ്പിലൊക്കെ അഴുക്കും മെഴുക്കൊക്കെ ഇരിക്കുമ്പോഴാണ് കരിമ്പൻ്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല വെള്ള കളറിലെ തോർത്തായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഒരു തോർത്തും അതേപോലെ ഒരു വെള്ള ഷർട്ടും, മോൻ്റെ വെള്ള ഷർട്ടുമാണ് വച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ സ്റ്റൗവിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെറുതെ ബക്കറ്റിലിട്ട് കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വെള്ള വസ്ത്രങ്ങൾ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ള വസ്ത്രങ്ങളും കുട്ടികളുടെ യൂണിഫോം ഷർട്ടൊക്കെ കഴുകുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കേ, പറ്റി പിടിച്ചിരുന്ന അഴുക്കുകളെല്ലാം പോയിട്ട് ഷർട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ്സും തോന്നുന്നുണ്ട്. തോർത്താണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്